ഞങ്ങൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് മൂന്നാറിന്ന് ചുറ്റിക്കാണാമെന്ന് വെച്ചു. സുഹൃത്തുക്കൾ എറണാകുളത്തുള്ളവരാണ്. അവർ മൂന്നാർ കണ്ടിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ കാണാമെന്ന് പറഞ്ഞു പോകുന്നു. ഞാൻ പലതവണ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. പിന്നെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാനും പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളിവിടുന്ന് യാത്ര ചെയ്ത് യാപ്പ് റോഡ്, അതായത് ഈ മൂന്നാറ്റി ചെന്നിട്ട് അവിടുന്ന് യാപ്പ് റോഡ്, ദേവികുളം യാപ്പ് റോഡ് കൂടി അതിലെ ചുറ്റിക്കറങ്ങി വരാമെന്ന് വിചാരിച്ചാണ് പോയത്. യാപ്പ് റോഡ് പൂപ്പാറ കൂടി രാജക്കാട് കൂടി തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി. ഉച്ച കഴിഞ്ഞാൽ പോയത്. ഒരു 4 മണി കൂടി ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു 5 മണിയൊക്കെ സമയമായി കാണും. ഇപ്പോൾ കാണുന്ന വ്യൂ പോയിന്റിലെത്തി. വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഗ്യാപ്പ് റോഡാണ്. ഇപ്പോൾ ഗ്യാപ്പ് റോഡെന്ന് പറയാൻ കാരണം അവിടെ നല്ല ഗ്യാപ്പ്, 2 മലകൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂടി ആ റോഡ് കടന്നു പോകുന്നത്. റോഡൊക്കെ ഈ അടുത്ത നന്നായിട്ട് പണിതിട്ടുണ്ട്. പക്ഷേ ടോളും ഉണ്ട് കേട്ടോ, നല്ല വഴിയാണ്. മൂന്നാർ മുതൽ പൂപ്പാറ വരെ നല്ല അടിപൊളി റോഡാണ്. അതിൽ ഇപ്പം നമ്മൾ ഈ വ്യൂ നിങ്ങൾ കാണുന്നത് യാപ്പ് റോട്ടിൽ നിന്നിട്ട് ഉള്ള വ്യൂ ആണ്. പക്ഷേ ഇത് ചിന്തിച്ച് നോക്കി, ഇപ്പോൾ ഇവിടെ ഈ മഞ്ഞ് കാണുമ്പോൾ നമ്മൾ ഒരു വിമാനത്തിലിരുന്ന് മഞ്ഞിനെ ഷൂട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ നമ്മൾ നിൽക്കുന്ന വാസ്തവത്തിൽ യാപ്പ് റോട്ടിൽ നിൽക്കുന്ന സ്ഥലം വളരെ ഹൈറ്റുള്ള സ്ഥലമാണ്. അതിൻ്റെ അടിഭാഗം എന്ന് എനിക്ക് തോന്നുന്നത് ഇത് മുട്ടുകാട് ഭാഗമായിരിക്കണം സാധ്യത അനുസരിച്ച്. അതുപോലെ 20 ഏക്കർ കുഞ്ചിത്തണ്ണി ആ ഒരു മേഖലയായിരിക്കണം ഇപ്പോൾ ഈ മഞ്ഞുമൂടി കിടക്കുന്ന സ്ഥലം. ഇവിടുന്നൊരു വഴി അങ്ങോട്ടുണ്ട് താനും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വഴി, യാപ്പ് റോഡിൻ്റെ വഴി പോകുന്നുണ്ട് അങ്ങോട്ട്. അതായിരിക്കണം ഏതായാലും. അപ്പോൾ ഏതായാലും മഞ്ഞ് വളരെ ആകർഷകമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഇടതേ സൈഡ് കംപ്ലീറ്റ് ഇങ്ങനെ പാറയാണ്. അതിൻ്റെ വലതേ സൈഡ് ആണ് നമുക്കിതുപോലെ വ്യൂ ഉള്ള സ്ഥലം. ഇതൊരു വ്യൂ പോയിൻ്റാണ് വാസ്തവത്തിൽ. ഒത്തിരി പേര് ഇവിടെ വന്ന് വ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഫെൻസിങ് ചെയ്തേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ താഴെ ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് കാൽ വഴുതി പോയാൽ നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ടായിരിക്കണം കമ്പി വലിയിട്ടേക്കുന്നത്. നേരത്തെ ഇല്ലായിരുന്നു, കുറേ നാൾ മുമ്പ് ഞാൻ വരുമ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. ഉണ്ടോ യാപ്പ് റോട്ടിൽ കൂടെ വണ്ടി കയറി കറങ്ങി വരുന്നുണ്ടോ? ആ സൂര്യൻ അസ്തമിച്ചുകൊണ്ടായിട്ട് നമുക്ക് തോന്നുന്ന സ്ഥലം യാപ്പ് റോഡാണ്. അവിടുന്ന് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. അവിടുന്ന് കൂടി നല്ലൊരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പൂപ്പാറ റൂട്ടിലൊന്ന് വരുമ്പോഴാണ് ഈ വ്യൂ പോയിൻ്റ് ഉള്ളത്. അതിൽ മനോഹരമായ കാഴ്ചയാണ് നമുക്കുള്ളത്. ഈ മഞ്ഞുമൂടി കിടക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഇതുപോലെ മഞ്ഞുമൂടി കിടക്കുന്നത് കണ്ടത്. ഇത് ആകാശത്തിൻ്റെ പടമൊന്നുമല്ല കേട്ടോ. ഈ വാസ്തവത്തിൽ മലകളിങ്ങനെ മഞ്ഞുമൂടി കിടക്കുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അത് ഞാനീ പറഞ്ഞ പോലെ പൊട്ടങ്കാട്, മുട്ടുകാട് ഭാഗങ്ങളൊക്കെ ആയിരിക്കണം. ഇനി നമ്മളതിന് അവിടുന്ന് കുറേ കൂടെ കിഴക്കോട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ആ ഭാഗം ബോഡിമെട്ട്, വിയൽറാം ആ ഭാഗങ്ങളാണ്. അവിടെ ചില മലകളൊക്കെ നമുക്ക് ദൃശ്യമാണ്. മഞ്ഞില്ലാത്ത അഗ്രങ്ങൾ മാത്രം കാണാം നമുക്ക്, മഞ്ഞില്ലാത്ത ഭാഗങ്ങൾ മാത്രം മലയുടെ. പക്ഷേ നമ്മൾ നിൽക്കുന്നത്ര ഹൈറ്റിലാന്ന് നോക്കി എത്ര താഴെയായിട്ടാണ് ഈ മഞ്ഞ് നിൽക്കുന്നത് നോക്കുക. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഫീൽ വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ ആകാശത്ത് ഒത്തിരി പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നും. ചില ആളുകളൊക്കെ വിമാനയാത്ര ചെയ്യുമ്പോൾ മഞ്ഞിലൂടെ പോകുന്ന പടമൊക്കെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെയല്ലേ നമുക്കിപ്പോൾ തോന്നുന്നു. നോക്കി എത്ര മഞ്ഞൊക്കെ എത്ര അടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കി. വളരെ മനോഹരമായ കാഴ്ചയാണ് അതെ. പക്ഷേ ഇനിയിപ്പോൾ ഈ സമയത്ത് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പോയ സമയം കറക്റ്റായിരുന്നു. ആ സമയത്ത് ഇതുപോലെ മഞ്ഞും ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ സമയങ്ങളും ഇതുപോലെ മഞ്ഞുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഏതായാലും വളരെ നല്ലൊരു യാത്രയായിരുന്നു. ഇത് പ്രാവശ്യം മൂന്നാറിന് പോയിട്ടുണ്ടെങ്കിലും ഈ വഴിക്ക് കടന്നു പോന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഈ മഞ്ഞ് ഇപ്പോൾ എത്ര കാലത്തിന് ഇവിടെ ഉണ്ടാവും എന്നിങ്ങനെയുള്ളതൊന്നും എനിക്കറിയില്ല. ഏതായാലും ഇപ്പോൾ ഞാൻ പോയപ്പോൾ ഇത് കണ്ട ഒരു കാഴ്ച ഞാൻ വീഡിയോയിൽ പകർത്തിയതാണ്. എനിക്ക് വളരെ മനസ്സിന് കുളിർമ തോന്നിയ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത്ര മനോഹരമാണ് ഈ കാഴ്ച. പക്ഷേ വീഡിയോ കാണുമ്പോൾ നമുക്ക് എൻ്റെ ഫുൾ ഭംഗി ആസ്വദിക്കാൻ കഴിയില്ല. നമ്മളിന്ന് നേരിട്ട് നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ ഇവിടെ. അപ്പോൾ അത് ഏതായാലും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഇവിടെ അടുത്താണെങ്കിൽ പോലും അനേകം ആളുകൾ അറിയപ്പെടാതെ പോകുന്ന സ്ഥലമാണ്. മൂന്നാർ പോകാമെന്ന് പറയുമ്പോൾ ആളുകൾ